മലയാളം ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് വലിയൊരു അടി തന്നെയാണ്. നമ്മുടെ അനുമോളും അക്ബറും തമ്മിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അനുമോളെ പോടി 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 എന്ന് ആവർത്തിച്ച് വിളിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എന്നെ പോടി എന്ന് വിളിക്കാൻ പാടില്ല, എന്നെ മാത്രമല്ല നിങ്ങൾ ഇവിടുത്തെയുള്ള ഒരു പെൺകുട്ടികളെയും പോടി എന്ന് വിളിക്കരുതെന്ന്. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, അക്ബർ അനുമോളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും, നീ പോടി 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 എന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ അക്ബർ. അക്ബർ അതിന് ഈ പ്രശ്നമുണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ ശരത്തിനൊരു കഴുത്ത് വേദന വന്നതിൻ്റെയാണ് ഈ പ്രശ്നങ്ങളെല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. ശരത്തിന് കഴുത്ത് വേദന വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞു അത് വെറുതെയുള്ളൊരു കഴുത്ത് വേദനയാണ്. ഷാനവാസ് പറയുന്നുണ്ട് വെറുതെയുള്ള കഴുത്ത് വേദനയായിട്ടാണോ ഡോക്ടർ മരുന്ന് കൊടുത്തതെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ഡോക്ടർ പോയതുകൊണ്ട് വെറുതെ കൊടുത്തതായിരിക്കുമെന്ന്. ഇത് നമ്മുടെ ഷാനവാസ് കുറച്ച് അവിൽ രൂപത്തിലാക്കി നമ്മുടെ അക്ബറിനോട് പോയി പറയുകയാണ്. അക്ബറിനോടും അതേപോലെ തന്നെ ബിന്നിനോടൊക്കെ പോയി പറയുകയാണ്, അനുമോൾ പറഞ്ഞു ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് വലിയൊരു പ്രശ്നം. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ജസൽ, ബിൻസി, നമ്മുടെ ശൈത്യ, ഇവർ 4 പേരുമാണ് ബിഗ് ബോസ് വീടിൻ്റെ പുറത്തുള്ള കട്ടിലിൽ കിടക്കേണ്ടത്. അങ്ങനെ കട്ടിലിന് ചുറ്റും എല്ലാവരും ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അക്ബർ വരുന്നത്. അക്ബർ ഷാനവാസിനോട് പറയുന്നുണ്ട്, നീ രാവിലെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. എൻ്റെ ഭാര്യയും ഒരു ഡോക്ടറാണ്, അവളൊന്നും ഒരിക്കലും പൈസ വാങ്ങിയിട്ടല്ല മെഡിസിൻ കൊടുക്കുന്നത്. ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല, അതുകൊണ്ട് എന്താണെങ്കിലും മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അനുമോളോട് പോയി അക്ബർ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും അവനോടത് മാപ്പ് പറയണമെന്ന് പറയണം, എനിക്ക് ആ ഒരു പ്രശ്നത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് ഒരു നൈസായിട്ടൊരു ഊരിയിട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അനുമോൾ എപ്പോഴും ഒരു സേഫ് ഗെയിം കളിക്കുന്നത് പോലെ നമ്മൾ പല സ്റ്റേറ്റ്മെൻറ്റിലും കാണുന്നുണ്ട്. അനുമോൾക്ക് എന്തൊരു പേടി പോലെ, അനുമോളുടെ ഇമേജ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ. എനിക്ക് ഈ പ്രശ്നത്തിൽ യാതൊരുവിധ പരാതിയുമില്ല, അത് അവിടെ രാവിലെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ആ പ്രശ്നത്തെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതിനെ പൊക്കി പിടിച്ച് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ ശരത്തൊക്കെ എത്തുന്നുണ്ട്. ഷാനവാസ് എന്താണെങ്കിലും മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ബിന്നിയൊക്കെ എത്തുന്നുണ്ട്. ബിന്നിയൊക്കെ അനുമോൾക്കെതിരാണ് സംസാരിക്കുന്നത്. അനുമോൾ എന്നെ രാവിലെ കള്ളി എന്ന് വിളിച്ചു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ശരിക്കും ഷാനവാസ് മാപ്പ് പറയണോ? ഇത് ഷാനവാസിൻ്റെ ഒരു ഗെയിമാണോ? ഒരു പരസ്പരം ബിഗ് ബോസ് വീട്ടിൽ തമ്മിത്തല്ലുണ്ടാക്കാൻ വേണ്ടി ഒരു മാനിപ്പുലേറ്റഡ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്, താൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക.